നിങ്ങൾ കേൾക്കുന്ന വചനം ധ്യാനിക്കണം. ധ്യാനിച്ചിട്ട് ഇത് നിങ്ങളുടെ ശരീരത്ത് പിടിക്കണം. ശരീരത്ത് പിടിച്ചു കഴിയുമ്പോൾ ആത്മാവിൽ പിടിക്കണം, അസ്ഥിക്ക് പിടിക്കണം. നമ്മൾ വിചാരിച്ച് എന്തുവെന്നറിയാമോ? രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനി പള്ളി വിട്ടു, ഇനി കുറച്ചാൾ ഹല്ലേലൂയ, പിന്നെ കുറച്ച് അന്യഭാഷയും പറയാം. അതല്ല ഇതിന്റെ പരിപാടി. ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടുന്ന് എങ്ങോട്ട് വന്നു? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിട്ട് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ വെച്ചു. അപ്പൊ ഇത് തന്നെ കയറിയിരിക്കാൻ പറ്റുന്ന പൊസിഷൻ ഒന്നുമല്ല. ഇവിടെ കസേര വന്ന് തന്നെ ഇരിക്കുക. പക്ഷെ പുത്രന്റെ രാജ്യത്തിൽ നമുക്ക് തന്നെ കയറാൻ പറ്റത്തില്ല. അവിടെ അവൻ ആക്കി വെച്ചാലേ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് തന്റെ പുത്രനാം യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ട് നമുക്ക് പരിഹാരമാക്കി മാറ്റിയിട്ട്, നമ്മുടെ പരിഹാരമായി യേശുവിനെ ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്തു? നമ്മളെ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചുമിരിക്കുന്നു. തനിച്ചാർക്കും ഈ രാജ്യത്ത് കയറാൻ പറ്റത്തില്ല. IELTS എഴുതിയാലും OET എഴുതിയാലും ഒന്നും അവിടെ പോകാൻ പറ്റത്തില്ല. അവിടെ പോകണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? പുത്രന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് ലഭിച്ചാലേ പറ്റൂ. അപ്പൊ പുത്രന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് ലഭിച്ചു. ആര് നമ്മളെ ആക്കി വെച്ചു? രാജാവ് തന്നെ നമ്മളെ ആക്കി വെച്ചു.